പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ബസ് സ്റ്റാൻഡിലും വാട്ടർ ATM സ്ഥാപിച്ചു. ആശുപത്രിയിലും ബസ് സ്റ്റാൻഡിലും എത്തുന്നവർക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആതുരാലയങ്ങളിലും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളിലും ഏകദേശം തുച്ഛമായ രീതിയിൽ കുടിവെള്ളം ശുദ്ധജലം എത്തിക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്കാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ്. അവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏകദേശം ₹1 നിരക്കിലെ ശുദ്ധജലം, അത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും, അതിനോടൊപ്പം തന്നെ കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുമാണ് ഇത് വാട്ടർ ATM എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കോഴഞ്ചേരി ജില്ലാ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് പ്രസിഡന്റ് ജോമനാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത്? വളരെ സന്തോഷകരമായ ഒരു പദ്ധതിയാണ്. അത് മാത്രവുമല്ല, പദ്ധതികളൊക്കെ ആയി വരുന്നതുള്ളൂ സർക്കാരിൻ്റെയും പഞ്ചായത്തിന്. അതിന് മുൻപേ തന്നെ കോഴഞ്ചേരി പഞ്ചായത്ത് 12 ലക്ഷം രൂപയുടെ 2 വാട്ടർ ATM കോഴഞ്ചേരിയിൽ സ്ഥാപിച്ചുകൊണ്ട്, ഒന്ന് ഈ പറഞ്ഞ പോലെ ജില്ലാ ആശുപത്രിയിലും കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞ വളരെ പ്രയാസത്തിൽപ്പെടുന്ന ആൾക്കാരാണല്ലോ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലൊക്കെ രോഗികളായി വരുന്നത്. അവർക്കും കൂട്ടിരിപ്പുകാർക്കും ₹1 നിരക്കിൽ കൃത്യമായി ചൂടുവെള്ളവും തണുത്ത വെള്ളവും നോർമൽ വെള്ളവും കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ വാട്ടർ ATM. മുത്തൂറ്റ് മർക്കൻറ്റൈൻ ഗ്രൂപ്പാണ് ഇത്, അവരുടെ CSR വെച്ചാണ് ഇത് നമുക്ക് പഞ്ചായത്തിന് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് അവർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആറന്മുളയിലെ പുതിയ MLA കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ലേ? പുതിയ MLA തന്നെയാണ് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഉദ്ഘാടനം ചെയ്തത്. ആശുപത്രിയിലെ ഉദ്ഘാടനം നടന്നില്ല, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഉദ്ഘാടനം നടന്നില്ല. അത് അടുത്ത ആഴ്ച അതിൻ്റെ ക്രമീകരണം ചെയ്യുന്നുണ്ട്. കൂടാതെ അടുത്തൊരു പദ്ധതി ഉടനെ ഞങ്ങൾ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ആംബുലൻസ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വകയായിട്ട് ജില്ലാ ആശുപത്രിയിൽ ക്രമീകരിച്ച് കൊടുക്കുവാനുള്ള ക്രമീകരണം, അതും നമ്മൾ CSR ഫണ്ട് മുത്തൂറ്റ് മർക്കൻറ്റൈൻ ഗ്രൂപ്പ് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കോഴഞ്ചേരിയിലെ ജലാശയങ്ങളൊക്കെ ഏറെ ഉണ്ടെങ്കിലും ശുദ്ധജലം പെട്ടെന്ന് സാധാരണക്കാരന് ലഭ്യമാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. അത് തുച്ഛമായ ഒരു വ്യത്യസ്ത സംവിധാനമാണല്ലോ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഈ വാട്ടർ ATM. നമ്മളൊരു ഫിൽറ്റർ ചെയ്ത് സാധാരണ യൂണിറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 940,000 ലിറ്റർ വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതായത് വാട്ടർ ലൈൻ നേരിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് സംവിധാനമുണ്ട്, ടാങ്ക് സംവിധാനമുണ്ട്. അപ്പോൾ 1000 ലിറ്റർ ഈ മെഷീൻ്റെ അകത്തുണ്ട് വെള്ളം എപ്പോഴും. അപ്പം ലൈനിലെ വെള്ളം പിടിച്ച് അതിൽ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ മുഖാന്തരം നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പുതിയ സംവിധാനങ്ങളാണ്. ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് അങ്ങനെ കോയിൻ കയ്യിലില്ലാത്തവർക്ക് അല്ലാതെ അത് ഗൂഗിൾ പേ വഴി ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചില കോയിനുകളാണ്, കൃത്യമായ അളവുള്ള കോയിനുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത്. അത് അടുത്ത ദിവസം നമ്മളത് ആ കോയിൻ്റെ സൈസ് സ്റ്റിക്കറാക്കി അതിൻ്റെ അകത്ത് ഒട്ടിക്കുവാൻ ആ മെഷീനിൽ ഒട്ടിക്കുക. അതിലെ ആൾക്കാർക്കത് തെറ്റുപറ്റുന്നു. അതുകൊണ്ട് ചിലരുടെ കോയിൻ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ തിരിച്ചു കോയിൻ വരുന്നു. സ്കാൻ ചെയ്ത് ചെയ്യുവാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ എല്ലാ പുതിയ ടെക്നോളജി എല്ലാം ആ മെഷീനിൽ കാണിച്ചിട്ടുണ്ട്. ക്യാമറ ഉൾപ്പെടെയുണ്ട്. ക്യാമറ നമുക്ക് കാണാമല്ലോ, ക്യാമറ ആ മെഷീനെ വെച്ചിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു സാഹചര്യമാണ് ഇത്. ഈ പദ്ധതി സംസ്ഥാനത്തിൽ മൊത്തത്തിൽ ഏറ്റെടുക്കാവുന്ന ഒരു പദ്ധതിയല്ലയോ? സംസ്ഥാന തലത്തിൽ ഇതിനെ കൃത്യമായ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. എല്ലാ മേഖലകളിലും അത് ചെയ്യുമോ എന്നുള്ളത് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ വെക്കുമ്പോൾ അത് പബ്ലിക് ഉപയോഗിക്കുമ്പോൾ അത് അതിന് ഉപയോഗശൂന്യമാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അത് അതിൻ്റെ അകത്തെ മെയിൻ ഒരു ഘടകമാണ്. ചിലയിടത്തൊക്കെ കേൾക്കുന്നു കോയിൻ ഇടുന്നിടത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് അങ്ങനെ പേടിക്കുന്ന, നമ്മൾ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ നമ്മൾ അല്ലാതും ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം വരത്തില്ലെന്ന് മനസ്സിലാക്കുന്നു. എന്നാലും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പം പോകുന്നു. കാരണം നമുക്ക് ആഹ്ലാദം തരുന്ന ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലാണ്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ കോഴഞ്ചേരിയിലൂടെ എത്തട്ടെ. അല്ല, അവാർഡ് മേടിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട കോട്ടയത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കേന്ദ്ര ₹1 കോടി അവാർഡ് കിട്ടിയതായിട്ട് കണ്ടു. അപ്പം നമ്മളും ഈ വർഷം അല്ലെ ഉടനെ മേടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ട പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഓടി നടക്കുകയാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. MLA സർക്കാരും കൂടെ നിൽക്കുമെന്നുള്ള 100% ഉറപ്പുണ്ട്. MLA കഴിഞ്ഞ ദിവസം പല പദ്ധതികളെ പറ്റിയും സംസാരിച്ചു. അതിനെല്ലാം ചെറുപ്പക്കാരനായ MLA ആയതുകൊണ്ട് കൂടെ നിൽക്കുമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തെ ബ്ലോക്ക് എല്ലാം നമ്മളോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ സഹകരിക്കാമെങ്കിൽ നമുക്കെല്ലാം വളരെ നല്ലതായിട്ട് നാടിന്റെ വികസനം കൊണ്ടുവരാം. പിന്നെ ഇടവപ്പാതി എത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ റാന്നി കോഴഞ്ചേരി മേഖലയിലേക്കാണ്. നമുക്ക് 2018 ഓർമ്മകളൊക്കെ ഉണ്ട്. വെള്ളം പൊങ്ങിയാൽ എങ്ങനെയാണ്? ഇല്ല, 2018 വെള്ളം ആകത്തില്ലല്ലോ. അത് വേറൊരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ.
അപ്പോൾ നമ്മളെ ദൈവത്തെ വിളിക്കുന്നു, അങ്ങനെ ദോഷങ്ങളൊന്നും വരാതെ പോകാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ഒരു പ്രയാസം ഇടവപ്പാതിക്ക് നമുക്ക് ദൈവം തമ്പുരാൻ തരത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, വെള്ളപ്പൊക്കമൊന്നും വരാതെ അടിയന്തര സാഹചര്യം വന്നാൽ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ആവിഷ്കരിച്ച് നിൽപ്പുണ്ട്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.